നമ്മുടെ ഓഫീസ് കാണിക്കുന്നുണ്ട്. സ്പ്രിംഗേക്ക് ഒരു ഓഫീസ് ഉണ്ടെന്ന് അവർ ഉറപ്പായിട്ടും പറയാണ്. സ്പ്രിംഗയുടെ അഡ്രസ് കാണിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. കൈയടിച്ചോളെ, ധൈര്യമായിട്ട് സ്പ്രിംഗയുടെ ഓഫീസിന്റെ അഡ്രസ്, ഫുൾ അഡ്രസ്, ഫോൺ നമ്പർ സഹിതണ്ട് ആറ് യൂട്യൂബ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എന്താണ് സ്പ്രിംഗയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് സൈഡാണ്. ഒക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നമ്മുടെ ടീമിലെ ഓരോ മെമ്പേഴ്സ് എടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. സ്പ്രിംഗയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് വീഡിയോ ആണ് യൂട്യൂബിൽ കിടക്കുന്നത്. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമുക്ക് പറ്റത്തില്ല, ഉറപ്പായിട്ട് പറ്റണം. സ്പ്രിംഗയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് വീഡിയോ യൂട്യൂബിലുണ്ട്. അതിൽ ഏറ്റവും നമ്മുടെ ഒരൊറ്റ വീഡിയോയിൽ എന്തെന്നില്ല, സ്പ്രിംഗയുടെ ഓഫീസ് കാണിക്കില്ല, സ്പ്രിംഗയുടെ എം പിയെ കാണിക്കില്ല, സ്പ്രിംഗയുടെ എന്തെന്നില്ല അഡ്രസ് കാണിക്കുന്നില്ല. പക്ഷെ നെഗറ്റീവ് വീഡിയോക്ക് എല്ലാം കാണിക്കുന്നു. പിന്നെ പറയുന്ന ഒരൊറ്റ കാര്യം എന്താണ്, എനിക്ക് പൈസ കിട്ടിയില്ല. ഈ പൈസ കിട്ടില്ല എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ അഡ്രസ് കാണിക്കുന്നുണ്ടോ? അഡ്രസ് കാണിക്കുന്നുണ്ടോ? മുഖം കാണിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. പൈസ കിട്ടില്ല എന്ന് പറയുന്നത് വേണം, നേരിട്ട് വരണം. മാവേലിക്കരന്ന് കൊല്ലത്ത് ഒരാളെ വണ്ടിക്കൂലി എത്ര അറിയാവോ? എത്രയാണെന്ന് അറിയാവോ? മാവേലിക്കര കൊല്ലത്തോടെ 100 രൂപ വണ്ടിക്കൂലി. മതി കൂടിപ്പോയ ഒരു 1.5 മണിക്കൂർ യാത്ര, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഒരു 3 മണിക്കൂർ യാത്ര. ഇത്ര നേരം വരെ കൊല്ലത്ത് നമ്മുടെ ഓഫീസിലേക്ക് എത്താൻ പൈസ കിട്ടില്ല എന്ന് പറയുന്ന വ്യക്തി ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ഓഫീസിൽ പറഞ്ഞാൽ അവിടെ നിന്ന് എം ഡി ചോദിക്കണം, പൈസ കിട്ടിയില്ല തരാൻ പറയണം. അതാണ് അവിടെ ചങ്കുറ്റുള്ളവർ ചെയ്യേണ്ട ഒറ്റ കാര്യം. എത്രയേ ഉള്ളൂ, പൈസ കിട്ടിയില്ല എന്തെങ്കിലും തന്നിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യുക, ഡയറക്റ്റ് കൊല്ലത്ത് ഓഫീസിലേക്ക് വരിക. അവിടെ ഞാനുണ്ടാവും, ഓഫീസിൽ ഞാനുണ്ടാവും. വന്നാൽ മതി, എന്ത് പ്രശ്നം ഉണ്ടായാലും വരിയിരിക്കാം. ഇന്ന് പൈസ ഇട്ടാൽ ഒരുപാട് വ്യക്തികൾ എന്ത് ചെയ്യാം ഇവിടെ കാണാം. സ്പ്രിംഗേല് വിഡ്രോ കൊടുത്തിട്ട് ചിലപ്പോൾ 3 മാസം കൊണ്ട് പൈസ ഇട്ടാത്ത വ്യക്തികളുടെ കാണാം. എന്തുകൊണ്ട് വിഡ്രോ കിട്ടിയില്ല നമ്മൾ ആദ്യം മനസ്സിലാക്കണ്ടേ? നമ്മൾ മനസ്സിലാക്കണം നമുക്ക് എന്തുകൊണ്ടാണ് വിഡ്രോ കിട്ടാത്തത്. അതിനുശേഷം വേണം നമ്മൾ പറയാൻ. അപ്പൊ എന്താ ചെയ്യാ, നമ്മളെല്ലാ ദിവസവും പോസിറ്റീവ് മൈൻഡിലോട്ട് എടുക്കുക, നെഗറ്റീവ് ആക്കരുത്. എല്ലാത്തിനും പോസിറ്റീവ് മൈൻഡിൽ കൊണ്ടുവരിക. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രോജക്റ്റുകൾ 5 പ്രോജക്റ്റുകൾ ഞാൻ പറഞ്ഞു. ഈ 5 പ്രോജക്റ്റാണ് സ്പ്രിംഗ് ചെയ്യുന്നത്. ഇനിയിപ്പോ 6ാമതായിട്ടൊരു പ്രോജക്റ്റ് വരുന്നുണ്ട്. അത് ഈ മാസം തന്നെ നമ്മൾ ലോഞ്ച് ചെയ്യാം. നമ്മളത് ആദ്യമേ ലോഞ്ചിങ്ങിലേക്ക് കൊണ്ടുവന്നാണെങ്കിലും പിന്നീട് അത് പ്രാക്ടിക്കലി കൊണ്ടുവരാൻ സംബന്ധിച്ച് ബുദ്ധിമുട്ടായി തോന്നിയത് കൊണ്ട് എന്ത് ചെയ്തു, അത് പിന്നത്തേക്ക് വിഷയമാണ്. നമ്മുടെ നെക്സ്റ്റ് 6ാമത്തെ പ്രോജക്റ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ക്ലീനിങ് പ്രോഡക്റ്റിന്റെ യൂണിറ്റ് വരുന്നുണ്ട്. ഇന്ന് സോപ്പ് ബേക്കാത്ത ആരെങ്കിലും ഉണ്ടോ?